ഹായ് നമസ്കാരം, ഞാൻ ജിനേഷ് ചിത്രംപള്ളി. എല്ലാവർക്കും ഞങ്ങൾ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് ഞങ്ങൾ നിൽക്കുന്ന കർണാടകയില് കാർക്കള എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ഏകദേശം ഒരു 10 കിലോമീറ്റർ മാറിയിട്ടുള്ള നമ്മൾ ഈ പുറകിൽ കാണുന്ന ഒരു 10 ഏക്കർ റബ്ബർ തോട്ടം കൊടുക്കാനുണ്ട്. അപ്പൊ അതിന്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഇതുപോലെ പ്രോപ്പർട്ടികളും കാര്യങ്ങളൊക്കെ സെയിൽ ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ വഴി പരസ്യം ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ എന്റെ നമ്പറുമായിട്ടൊന്ന് കോൺടാക്ട് ചെയ്യുക. അപ്പൊ നമുക്ക് ഈ ഒരു സ്ഥലത്തിന്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഒന്ന് പോയിട്ട് നോക്കിയിട്ട് വരാം അല്ലെ. അതെ അതെ. അപ്പൊ ഈ കാണുന്നതാണ് നമ്മളെ തോട്ടം. ഇപ്പൊ തോട്ടത്തിലോട്ട് വരണമെങ്കിൽ നമ്മളെ പറമ്പിന്റെ സൈഡിൽ കൂടെ തന്നെ ഇവിടുന്ന് 2 വഴി വരുന്നുണ്ട്. നമുക്ക് ഈ ഒരു വഴി വേണമെങ്കിൽ ഈ വഴി വരാം, അതല്ല ബജഗോളി വഴി ഉണ്ടെങ്കിൽ ആ ഒരു റോഡും ഉണ്ട്. പിന്നെ നമ്മളെ പറമ്പിന്റെ സൈഡിൽ കൂടെ റോഡ് പോകുന്നുണ്ട് അല്ലേ. അപ്പൊ നമുക്ക് പോയി തോട്ടത്തിലെ ഒക്കെ ഒന്ന് കണ്ടാലോ? പോയി നോക്കാം അല്ലെ. ഒന്ന് പോയി നോക്കാം. പറമ്പിന്റെ അടുത്ത് ഇഷ്ടം പോലെ വീടുകളൊക്കെ ഉണ്ട്. നമുക്ക് പറമ്പൊക്കെ ഒന്ന് പോയിട്ട് കാണാം. പോയി നോക്കാം അല്ലെ. റബ്ബറൊക്കെ ഒന്ന് പോയിട്ട് കാണാം. നമ്മളെ പറമ്പിൽ ഗേറ്റ് ഒക്കെ വെച്ച് ഫുള്ള് എന്താ പറയാ, പറമ്പൊക്കെ മൊത്തം ഇങ്ങനെ കമ്പി വേലിയൊക്കെ ഇട്ട് മൊത്തം ബൗണ്ടറി തിരിച്ചിട്ട് അതിലൊക്കെ തിരിച്ചിട്ടതാണ്. പറമ്പിലോട്ട് എങ്ങോട്ട് വേണമെങ്കിലും വണ്ടികൾ, ഏത് വണ്ടി വേണേലും വന്നെത്തും. ഇനിയിപ്പോ കാറോ മറ്റേ എന്തെങ്കിലും ഷീറ്റ് കൊണ്ടുപോകാനോ ഒട്ടുപാല് കൊണ്ടുപോകാനോ ഒക്കെ വലിയ പിക്കപ്പോ മറ്റേ അങ്ങനത്തെ വണ്ടികളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ എല്ലാ വണ്ടി നമ്മളെ പറമ്പിലോട്ട് എത്തും. ഇതാണ് റോഡ്. അപ്പൊ നമ്മളെ പറമ്പിലുള്ള റോഡാണിത്. ഇതൊക്കെയാണ് നമ്മളെ തോട്ടത്തിലെ മരങ്ങൾ. നല്ല അടിപൊളി മരങ്ങളാണ്. ഇപ്പൊ ഈ മരങ്ങളൊക്കെ ടാപ്പിംഗ് ആക്കിയിട്ടൊക്കെ ഒരു 5-6 കൊല്ലമായി ഇപ്പൊ റബ്ബർ വെട്ടിയിട്ട്. കൊറോണ കഴിഞ്ഞിട്ട് ഇതുവരെ നമ്മള് മരം വെട്ടിയിട്ടില്ല. കൊറോണയ്ക്കൊക്കെ എത്രയോ മുന്നേ ടാപ്പിംഗ് ആക്കിയതാണ്. പിന്നെ ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല. ഒക്കെ നല്ല അടിപൊളി സൂപ്പർ മരങ്ങളാണ്. ഇതിപ്പോ എന്താ വെച്ചാല് ടാപ്പിംഗ് ആക്കാത്ത വേറൊന്നുമല്ല, പാലില്ലാത്തോണ്ടൊന്നല്ല, എന്താ കൊടുക്കാൻ ഇട്ടേക്കുന്ന തോട്ടാണ്. അതുകൊണ്ടാണ് അത് പാട്ടത്തിന് ഇഷ്ടം പോലെ ആൾക്കാർ പകുതിക്കൊക്കെ ഇഷ്ടം പോലെ ആൾക്കാർ ചോദിക്കുന്നുണ്ട്. ആർക്കും കൊടുത്തിട്ടില്ല. കൊടുക്കാത്ത ഈ സ്ഥലം വിൽക്കണം, സെയിലാക്കണം. അതുകൊണ്ടാണ് ഇപ്പൊ ഇത് ഇങ്ങനെ വെട്ടായിട്ടേക്കുന്നത്. ഇത് ഫുള്ള് മിക്സഡ് ആണ്. കുറച്ച് 414 ഉണ്ട്, പിന്നെ കുറച്ച് 105 ഉണ്ട്, പിന്നെ 430 അനത്തപ്പെട്ട മരങ്ങളുണ്ട് ഇതിനകത്ത്. നല്ല സൂപ്പർ തോട്ടാണ്. ഒരു എന്താ പറയാ, ഒരു കുറ്റോ കുറവോ കാര്യങ്ങളോ റബ്ബർ വെട്ടിയിട്ട് ഇങ്ങനെ മുളച്ചിട്ടോ ഇങ്ങനെ കുരു പോലെ ഇങ്ങനെ പൊങ്ങിയിരിക്കല്ലോ, അങ്ങനെ ഒരു കംപ്ലൈന്റും ഇല്ല ഈ മരത്തിന്. നമുക്ക് ബാക്കി മൊത്തം കാണാം. നമുക്ക് പോയിട്ട് കാണാലോ. നമ്മളിപ്പോ 2 മരല്ലേ കണ്ടിട്ടുള്ളൂ. ഇനി നടന്ന് കാണാം. നമുക്ക് ഇഷ്ടം പോലെ ഉണ്ട്. പിള്ളേരതാ കൊറേ അങ്ങ് അവിടെ എത്തിയിട്ട് വന്നതാ. അവര് ചോറുണ്ടോണ്ടിരിക്കായിരുന്നു. കൊറേ അപ്പുറത്തായിരുന്നു. അപ്പൊ കാണാഞ്ഞിട്ട് തെരഞ്ഞു വരുന്നുണ്ട് രണ്ടാളും. ഇഷ്ടം പോലെ വീടുകളുണ്ട്. അതിലൊക്കെ മുകളിലോട്ടൊക്കെ വീടുകളുണ്ട്. പിന്നെ നമ്മൾ വന്നത് ഇപ്പൊ അവിടെ നിന്നാണ് വന്നത്. അവിടെ നിന്ന് കണ്ടില്ലേ. ഇനിയിപ്പോ ആർക്കെങ്കിലും തോട്ടം എടുക്കാന്നുണ്ടെങ്കിൽ തോട്ടത്തിൽ താമസിക്കാനുള്ള വീടും സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ പിന്നെ എന്താ പറയാ, തോട്ടത്തിൽ ഇങ്ങനെ ഒറ്റയ്ക്ക് നിക്കണല്ലോ എന്നുള്ള ആ ഒരു ഇതൊന്നുമില്ല. അടുത്തൊക്കെ ഇഷ്ടം പോലെ വീടുകളും ആൾക്കാരൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പൊ നമുക്ക് പോയിട്ട് വീടുകളും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം. നല്ല നല്ല മരങ്ങളാണ് എല്ലാം. നല്ല അടിപൊളി മരങ്ങള്. പിന്നെ കണ്ടില്ല, ഇത് നമ്മളെ പറമ്പിലോട്ടുള്ള റോഡാണിത്. നമുക്ക് ഏത് വണ്ടി വേണേലും നമ്മളെ പറമ്പിലോട്ട് കൊണ്ടുവരാം. ഇനിയിപ്പോ ലോറി ഇറക്കണമെങ്കിൽ ലോറി വേണേലും ഇറക്കാം. മരം അതൊക്കെ കണ്ടില്ല, നല്ല അടിപൊളി മരങ്ങളല്ലേ അല്ലേ. എല്ലാം ഒന്നിനൊന്നിനും എല്ലാം ഒരേപോലെ നല്ല മരങ്ങള്. ഒക്കെ നല്ല പാലുള്ള മരങ്ങളല്ലേ. എല്ലാ സൗകര്യം ഉണ്ട്. താമസിക്കാനുള്ള വീടുണ്ട്. 2 വീടുണ്ട്. ഒന്ന് പണിക്കാർക്ക് നിക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വേണേലും നിക്കാം. അത്യാവശ്യം കുഴപ്പമില്ലാത്ത റൂമും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ മെഷീൻ ഉണ്ട്, ഷീറ്റ് അടിക്കാനുള്ള മെഷീൻ ഉണ്ട്, കിണറുണ്ട്, പുകപ്പരുണ്ട്. നമുക്ക് കാണിച്ചു കൊടുക്കാം. എല്ലാം കാണിച്ചു തരാം. കറണ്ടിന്റെ കണക്ഷൻ നമ്മളെ പറമ്പിൽ തന്നെ ഉണ്ട്. 3 ഫേസ് അല്ലേ. അപ്പൊ അതാണ് ഇപ്പൊ നമ്മളെ വീടുണ്ട് എന്ന് പറഞ്ഞത്. നമ്മൾ കൊറേ നടന്നിങ്ങോട്ട് എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോ ഇത് കണ്ടോ, ഇതൊക്കെയാണ് നമ്മളെ റബ്ബർ തോട്ടം. സൂപ്പർ അല്ലേ, അടിപൊളിയല്ലേ. തോട്ടൊക്കെ നല്ല സൂപ്പർ തോട്ടമാ. ഒന്നും മലയൊന്നുമില്ല. എല്ലാവർക്കും എന്താ പറയാ, ഇഷ്ടപ്പെടും തോട്ടം. നല്ല അടിപൊളി തോട്ടം. അപ്പൊ നമുക്ക് നമ്മളെ താമസിക്കാനുള്ള റൂമും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം നമുക്ക്. അപ്പൊ ഈ കാണുന്നതാണ് വീട്. പണിക്കാർക്ക് നിൽക്കാനുള്ള വീടാണ് ഒന്ന്. അതിന്റെ അപ്പുറത്ത് തന്നെ തോട്ടത്തിന്റെ ഉടമയ്ക്ക് നിൽക്കാനുള്ള വീടാണ് അതിന്റെ അപ്പുറത്ത്. താമസിക്കാനുള്ള സൗകര്യം. രാവിലെ അങ്ങോട്ട് ഇറങ്ങാം. രാവിലെ ഇറങ്ങുമ്പോ മിറ്റത്തേക്കൊന്നും എത്തണ്ട, സിറ്റൗട്ടിൽ തന്നെ വെട്ടി തുടങ്ങാം നമുക്ക്. അപ്പൊ ഇതാണ് താമസിക്കാനുള്ള ടാപ്പിങ്ങിന് നിൽക്കാനുള്ള ആൾക്കാരുടെ റൂമാണിത്. അപ്പൊ കറണ്ടിന് കണക്ഷനൊക്കെ ഉണ്ട്. കറണ്ടും എല്ലാം ഉണ്ട്, സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇതാണ് റൂം. ഇവിടെയാണ് ബാത്റൂം.
ഷീറ്റൊക്കെ ഇട്ട് വലിയ കുഴപ്പമില്ലാത്തൊരു നല്ല എന്താ പറയാ കുഴപ്പമില്ല, അത്യാവശ്യം താമസിക്കാൻ സൗകര്യത്തിനുള്ളതാണ്. പിന്നെ ആണെങ്കിൽ ഇത് ഇവിടെ ചെറിയൊരു റൂമായിട്ട് ഇവിടെ തിരിച്ചിട്ടുണ്ട്. ഇവിടെ വേണമെങ്കിൽ വല്ല സ്റ്റൗ ഒക്കെ വെച്ച് കുക്ക് ചെയ്യാം. അപ്പുറത്ത് അവിടെ നമുക്ക് കിടക്കാം. ഒരു പണിക്കാർക്ക് അല്ല, ഒരാൾക്ക് നിക്കാൻ തന്നെ ധാരാളമാണ്. 2000 മരത്തിനും പിന്നെ അല്ലെ 2000 മരം വെട്ടി ഒരാൾക്ക് നിക്കണം എന്നുണ്ടെങ്കിൽ തന്നെ ധാരാളം. നമുക്ക് ആ പുറകെയുള്ള ഒരു വീടും കൂടി ഉണ്ട്. ഇപ്പൊ നമ്മള് ഒരു റൂം കണ്ടു. ഇനി നമുക്ക് അടുത്തവും കൂടെ ഒന്ന് കാണാം. ഇപ്പൊ നമ്മള് തോട്ടം എടുക്കാന്നുണ്ടെങ്കിൽ അവിടെ പണിക്കാർക്ക് നിക്കാം, ഇവിടെ നമുക്ക് നിക്കാം. ഇതാണ് റൂമ്. ലൈറ്റ് ഇല്ല, കൊഴപ്പില്ല, കാണുന്നുണ്ട് ചെറുതായിട്ട്. ഇതിങ്ങനെ വലിയ ഹാളാണ്. അപ്പൊ ഈ ഹാളിൽ തന്നെ ഇവിടെ ഇങ്ങനെ ഒരു മേശ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് കുക്ക് ചെയ്യാം. പിന്നെ അതുപോലെ അപ്പുറത്ത് ബാത്റൂം, ഹാളിൽ നിന്ന് അങ്ങോട്ട് അറ്റാച്ച്ഡ് ആയിട്ട് അങ്ങോട്ട് പുറത്തോട്ട് ബാത്റൂം. ഇതൊരു മൊത്തത്തിലൊരു ഹാളായിട്ടാണ് കിടക്കുന്നത്. അതിന് വേണേ റൂമാക്കി തിരിക്കുക, എന്തെങ്കിലും ചെയ്യാം. 2 റൂമാക്കി വേണേ തിരിക്കാം. ഇതുണ്ടല്ലോ, ഇതൊക്കെ നമ്മളെ വീട്. പിന്നെ ഇതൊക്കെ നമ്മളെ തോട്ടം തന്നെയാണ്. മൊത്തം 10 ഏക്കർ സ്ഥലമാണ്. ഇതിനകത്ത് ഇപ്പോൾ 7 ഏക്കർ ഇവിടെ ഉണ്ടാവും. പിന്നെ കുറച്ചപ്പുറത്ത് ബാക്കി ഒരു 3 ഏക്കർ കുറച്ചപ്പുറത്തൊരു 50 മീറ്റർ മാറിയിട്ട് അപ്പുറത്താണ് ഇപ്പൊ ബാക്കി സ്ഥലം. 2 മിനിറ്റ് നടക്കാനുള്ള ദൂരേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഇത് കണ്ടല്ലേ, ഈ ഒരു ഭാഗത്ത് നിന്ന് കണ്ടോ തോട്ടം. എല്ലാ മുകളിലൊക്കെ വീടുകളുണ്ട്. അവിടെ വീടുണ്ട്, അതിന്റെ അപ്പുറത്ത് വീടുണ്ട്. അതിൽ റോഡ് പോകുന്നുണ്ട്. നമ്മളെ പറമ്പിനോട് ചാരിയിട്ട് നമ്മളപ്പുറത്തെ പറമ്പ് വരെ റോഡ് പോകുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതിലെ ഈ ഇപ്പുറത്തെ ഭാഗത്തുനിന്ന് നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ നമ്മളെ ആ ഒരു പറമ്പിലോട്ട്. തോട്ടം എങ്ങനെയായാലും കണ്ടു കഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇവിടെ എന്താ പറയാ, കർണാടകയിൽ വന്ന് പാട്ടം എടുക്കുന്ന വിലക്കാണ് നമുക്ക് ഈ തോട്ടം കിട്ടുക. പാട്ടത്തിനൊക്കെ എല്ലാരും ലക്ഷങ്ങൾ വില കൊടുത്തിട്ടൊക്കെയാ ഓരോരുത്തർ പാട്ടത്തിന് എടുക്കുന്നത്. ആ പൈസക്ക് നമുക്ക് ഒരു തോട്ടം സ്വന്തമായിട്ടാണ് ഈ ഒരു 10 ഏക്കർ സ്ഥലത്തിന് വരെ ചോദിക്കുന്നത്. ആകെ ചോദിക്കുന്നത് 90 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. അത് ഇങ്ങനത്തെ മരങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോ അത് വില കുറവായിരിക്കും. ഇവിടെ വന്ന് ഓരോരുത്തർ വന്ന് തോട്ടം പാട്ടത്തിന് എടുക്കുന്നത് 45 ലക്ഷം രൂപ. എത്ര കൊറേ മുന്നേ ചേട്ടന്റെ ഒരു കൂട്ടുകാരൻ വന്ന് 48 ലക്ഷത്തിന് എടുത്തത്. 900 മരം 15 കൊല്ലത്തിന്. അതെ. അപ്പൊ അതും ഇതും തമ്മിൽ നോക്കുമ്പോ ഒരു തോട്ടം എടുക്കണാണ് ഏറ്റവും ലാഭം. അതാണ്. അപ്പൊ അയക്കിപ്പോ ഒരു പാട്ടത്തിന് തോട്ടം എടുക്കണ നല്ലൊരു തോട്ടം വിലക്കെടുക്കും. കൊല്ലം ഇങ്ങനെ ലക്ഷങ്ങൾ ഇങ്ങനെ അവർക്ക് 2-3 ഗഡുക്കളായിട്ടൊക്കെ കൊടുക്കണ നേരം ഇതിന്നിപ്പോ എങ്ങനെയാലും വെട്ടിക്കഴിഞ്ഞാൽ എത്ര ഷീറ്റ് കിട്ടും? ഒരു 200 ഷീറ്റ് എന്തായാലും കിട്ടും. ഒരു ആവറേജ് ഒരു 600 ഗ്രാം ഷീറ്റ് ഉണ്ടെങ്കിൽ ഏകദേശം നമുക്ക് ഒരു 120 കിലോ ഷീറ്റ് നമുക്ക് ഇതിനകത്തുനിന്ന് കിട്ടും അല്ലേ? ഇന്നത്തെ റേറ്റ് വെച്ചിട്ട് 120 കിലോയ്ക്ക് ഷീറ്റിന് ഇന്നത്തെ റേറ്റ് വെച്ചിട്ട് 150 രൂപ വെച്ചിട്ടാണെങ്കിൽ 18,000 രൂപ നമുക്ക് ഒരു ദിവസം, അതായത് ഒറ്റ ടാപ്പിങ്ങിൽ ഇതിനകത്തുനിന്ന് നമുക്ക് ഇൻകം കിട്ടും. അപ്പൊ ഇതെടുക്കണാണോ നമുക്ക് പാട്ടത്തിന് എടുക്കണാണോ ലാഭം? 18,000 ആണെന്നുണ്ടെങ്കിൽ എങ്ങനെയായാലും ഒരു മാസത്തിന് 15 ടാപ്പിംഗ് ആണെന്നുണ്ടെങ്കിൽ 2,70,000 റുപ്യ നമുക്ക് ഒരു മാസത്തിൽ നമുക്ക് ഇതിൽ നിന്ന് കിട്ടും. അപ്പൊ അങ്ങനെ ഒരു 10 മാസത്തേനാകുമ്പോൾ ഒരു ഏകദേശം ഒരു 27 ലക്ഷം രൂപ നമുക്ക് ഇതിന് ഒരു വർഷം നമുക്ക് ഉണ്ടാക്കാം. പിന്നെ അത് ഷീറ്റിന്റെ മാത്രമാണ്. പിന്നെ ഒട്ടുപാല് അത് ഇതൊക്കെ ആയിട്ട് പണിക്കൂലി കാര്യങ്ങളെല്ലാം പോവും. എന്നാലും ഈ 40-50 ലക്ഷം കൊടുത്ത് പാട്ടത്തിന് എടുക്കുന്നതിലും മെച്ചം ഇതുപോലുള്ള നല്ല തോട്ടങ്ങള് വിലക്കെടുക്കും. ഇതിങ്ങനെ കുറെ ആൾക്കാർക്ക് അറിയാത്ത കുറെ ആൾക്കാർ ഇങ്ങനെ പോയി പെടുന്നുണ്ട്. ഇങ്ങനെ അതേപോലെ ചിലരെന്താ വെച്ചാൽ ഈ റബ്ബർ ടാപ്പിങ്ങിനെ കുറിച്ചും ഇതിനെ ഷീറ്റിന്റെ പ്രോസസ്സിങ്ങിനെ കുറിച്ചും ഇതിനൊന്നും അറിയില്ല ചിലർക്ക്. ചിലരിങ്ങനെ വിളിച്ച് ചോദിക്കില്ലേ, നമുക്ക് ഇതിന്റെ പണികളൊന്നും ശരിക്കും അറിയില്ല. പക്ഷെ എല്ലാരും ഇങ്ങനെ പറയുന്നത് നല്ല ലാഭമുള്ള പണിയാണ്. അറിയാതെയും ചിലര് ചെന്ന് പെടുന്നുണ്ട്. അപ്പൊ അങ്ങനെ എന്താ പറയാ, പെടാതിരിക്കാനും ആ ഒരു വിലക്ക് നമുക്ക് ഈ ഒരു തോട്ടം എടുക്കാം. അത്ര നമ്മൾ പറയുന്നത്. അത്രേ ഉള്ളൂ. ഒരു തോട്ടം പാട്ടത്തിനൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ചിലയിൽ മെഷീൻ ഉണ്ടാവും, ചിലയിൽ വീട് നിൽക്കാനുണ്ടാവില്ല. അപ്പൊ അതിനൊക്കെ നമ്മൾ എക്സ്പെൻസ് കാണണം. ഇപ്പോൾ ഒരു വീട് വാടകയ്ക്ക് എടുക്കണമെങ്കിൽ എങ്ങനെയായാലും ഒരു 3,000-3,500 രൂപ നമ്മൾ പുറത്ത് വാടക കൊടുക്കേണ്ടി വരും. അപ്പൊ ആ പൈസയും കാര്യങ്ങളൊന്നും ഇപ്പൊ ഇതിനില്ല. ഇതിനിപ്പോ 2 ഫാമിലിക്ക് നിൽക്കാനുള്ള സൗകര്യം ഇപ്പൊ ഇതിനകത്തുണ്ട്. പിന്നെ ചില തോട്ടങ്ങളിൽ പുകപ്പര ഉണ്ടാവില്ല, ചില തോട്ടങ്ങളിൽ മിഷൻ പെര ഉണ്ടാവില്ല. ഇനിയിപ്പോ നമുക്ക് ഇതിന്റെ പുകപ്പര മിഷൻ പെരയൊക്കെ കാണിച്ചു തരാം. ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് ഇവിടെ അതൊക്കെ കാണുന്നതിന് മുന്നേ നമുക്ക് കിണറൊന്ന് കാണണം. പിന്നെ നമുക്ക് മിഷൻ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ കൊണ്ടുപോയി വെക്കാം. മിഷനും കാര്യങ്ങളൊക്കെ കുറച്ച് താഴത്താണുള്ളത്. നമുക്ക് അതൊന്ന് വേണമെങ്കിൽ ഇവിടെ കൊണ്ടുപോയി വെക്കാം. ഇതിനകത്ത് വേണമെന്നുണ്ടെങ്കിൽ ഒരു പുകപ്പര കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടാക്കാം അല്ലേ? അപ്പൊ നമുക്ക് ഈ ഒരു കിണറും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊന്ന് കാണിച്ചു തരാം. അതിനകത്ത് എത്ര വെള്ളം ഉണ്ടെന്നൊക്കെ ഒന്ന് നോക്കിയിട്ട് വരാം. ഇതാണ് പിന്നെ നമ്മളെ റൂമിനോട് ചേർന്നുള്ള കിണറാണ്. തോട്ടത്തിൽ തന്നെ
വെള്ളം ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ എന്താ വെച്ചാൽ കുറച്ച് മണ്ണിങ്ങനെ അടിഞ്ഞു കിടക്കുന്നുണ്ട് അതിനകത്ത്, ഉപയോഗിക്കണമെന്നില്ല. വെള്ളം ഇഷ്ടം പോലെ ഉണ്ട്. അപ്പൊ താമസ സൗകര്യം ഉണ്ട്, വെള്ളം ഉണ്ട്. ഇനി പോപ്പരയും ഷീറ്റ് അടിക്കുന്ന മെഷീൻ വരെ ഒന്ന് കാണണം, അതും കൂടെ പോയി കാണാം. നമുക്ക് ഇതുപോലെ എല്ലാ സൗകര്യം എല്ലാ തോട്ടത്തിലും ഉണ്ടാവില്ല. അപ്പൊ ഇവിടെയാണ് നമ്മളെ മെഷീൻ വരെയും കാര്യങ്ങളൊക്കെ ഉള്ള മെഷീനൊക്കെ ഇവിടെയാണ് ഷീറ്റ് അടിക്കാനുള്ളത്. അപ്പൊ ഇവിടെയാണ് മെഷീൻ ഉണ്ട്. അപ്പൊ മൂടിയിട്ടേക്കാണ്. കറണ്ടിന്റെ അടിപൊളി മെഷീനാണ് മെഷീൻ. ഇതടക്കാണ് കച്ചവടം അല്ലേ? രണ്ട് മെഷീനും ഉണ്ട്. മോട്ടറിലെ ഫുള്ള് എല്ലാ 2 മെഷീൻ ഉണ്ട്. ഇത് സ്മോക്ക് ഹൗസ് ഉണ്ട് എന്ന് പറഞ്ഞതാണ്. ഇത് നമുക്ക് ഷീറ്റൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാൻ. ഇത് സ്മോക്ക് ഹൗസ്. ഇവിടെയാണ് നമ്മൾ പോകരുന്നത് അല്ലേ? അത്യാവശ്യം ഒരു 10, 400, 500 അല്ല അതിലേറെ പോകുന്നുണ്ട്. 600 ഷീറ്റ് ഇടാം. അത്യാവശ്യം വലിയ പോപ്പരയാണ്. എല്ലാ സാധനങ്ങളും ഉണ്ട്. ഡിഷ് ഉണ്ട്. പിന്നെ സ്റ്റോർ റൂം ആണ് അല്ലേ? ഇത് സ്റ്റോർ റൂം. ഇവിടെ ഷീറ്റ് ഇറക്കണ ഷീറ്റ് എല്ലാം ഇതിനകത്ത് സ്റ്റോർ ചെയ്ത് വെക്കാം. ഒന്നിച്ച് ഒരു മാസത്തെ ഷീറ്റൊക്കെ ഒന്നിച്ച് ലോഡാക്കി കൊണ്ടുപോകാൻ സൗകര്യത്തിന് ഒരു സ്റ്റോർ റൂമും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്. വീടും പോപ്പര മിഷൻപര സകല സംഭവങ്ങളും കണ്ടു, എല്ലാം കണ്ടു. ഇനിയിപ്പോ നമ്മള് കുറച്ച് സ്ഥലം അപ്പുറത്ത് ബാക്കിയുണ്ട്, അതുകൂടി ഒന്ന് കാണിച്ചു തരാം. മരങ്ങൾ ഇങ്ങനെ കിടക്കാണ്, ഇഷ്ടം പോലെ ഉണ്ടല്ലേ? ഒക്കെ നല്ല നല്ല മരങ്ങളും ഉണ്ടല്ലേ. നമ്മളെ സ്ഥലം അങ്ങ് കിടക്കാണ്. ആ കാണുന്ന റബ്ബറൊക്കെ നമ്മുടെ തന്നെ. അതിലെങ്ങനെ വന്ന് കണ്ടോ, ഈ ഒരു ഏരിയ മൊത്തം നമ്മൾ തന്നെ. നമ്മൾ അതിരെല്ലാം കമ്പിവേലിയൊക്കെ ഇട്ട് വെച്ചേക്കാണ്. നമ്മൾ നടന്ന് കൊറേ ഇങ്ങോട്ട് എത്തി. നടന്നിട്ട് തീരുന്നില്ലേ, കുന്നല്ല, ഇങ്ങനെ കൊറേ നടക്കണം. 10 ഏക്കർ നടക്കണ്ടേ? ആണോ? ഇതില് പിള്ളേർക്ക് തിന്നാനുള്ള ചോറും വെള്ളം രാവിലെ ഒന്നും കഴിക്കാതെ ഇറങ്ങി, ചോറൊക്കെ ആയിട്ട് ഇറങ്ങിയതാ. പിള്ളേർക്ക് രണ്ടുള്ള ചോറെടുത്ത. അപ്പൊ അവര് തോട്ടത്തിൽ തന്നെ ഇരുന്ന് അങ്ങോട്ട് കഴിച്ചു. നമ്മളെ അതിര് വേലിക്കല്ലിരിക്കേ. ഇതിപ്പോ നമ്മളെ അതിര് മൊത്തം ഇങ്ങനെ തിരിച്ചിട്ടേക്കാണ്. അപ്പൊ ഇവിടുത്തെ ഒരു സിസ്റ്റം ആണിത്, വേലിക്കല്ല് ഇങ്ങനെ വെക്കല്. പശുവൊന്നും കയറാക്കാന് ആൾക്കാർക്ക് അതിന്റെ ഇടയിൽ കൂടെ ഇങ്ങനെ നൂന്ന് പോവുകയും ചെയ്യാം. ഇതാണ് നമ്മളെ പറമ്പിന്റെ ഇങ്ങനെ ഒരു അതിര്. ഇപ്പൊ നമ്മളെ അങ്ങേ അതിര് നമ്മള് അവിടുന്നാണ് ഇപ്പൊ നമ്മള് നടന്നു വരുന്നത്. കൊറേ അങ്ങുന്നല്ലേ? ഏകദേശം ഒരു കിലോമീറ്ററിന് അടുത്തുണ്ടോ? ഒന്നൊക്കെ നടണ്ടോ, 1-1.5 കാണും. കൊറേ അതിൽ നടന്നില്ലേ, മടുത്തു. അതിലാണ് ഇപ്പൊ നമ്മള് വന്നത്. ഇതിലാണ് നമ്മള് വന്നത്. പിന്നെ നമ്മളെ തോട്ടം കണ്ടോ, ആ കാണുന്നതാണ് നമ്മളെ തോട്ടടുത്ത്. 2 മിനിറ്റ് ഇങ്ങനെ നടന്നാ മതി അല്ലേ? ഇവിടെ ഏകദേശം ഒരു 900 മരം ഉണ്ട്. എന്തായാലും നല്ല അടിപൊളി ഇതിലെ മരമൊക്കെ നോക്കാം. സൂപ്പർ മരാണ്. തോട്ടം ആകെ 2 വർഷം മാത്രമാണ് ടാപ്പിംഗ് ആക്കിയത്. അത് വെച്ചിട്ടോ നട്ടിട്ട് ആകെ 2 വർഷം ടാപ്പിംഗ് ആക്കിയുള്ളൂ അല്ലേ? നമ്മളെ പറമ്പിനോട് ചാരി ഇതേ തോട് ഒഴുകുന്നുണ്ട്. ഇപ്പൊ ഈ വേനൽക്കാലത്ത് കണ്ടില്ലത്, ഈ സമയത്തും എല്ലായിടത്തും വെള്ളം വറ്റിരിക്കുന്ന സമയത്താണ് ഈ തോട്ടിൽ കൂടി വെള്ളം ഇങ്ങനെ ഒഴുകി വരുന്നത്. നമ്മള് ഇന്നാള് ഇതിന് മുന്നേ ഒരു വീഡിയോ ഇട്ടുണ്ട്. അന്ന് ഇതിനകത്ത് ഫുള്ള് വെള്ളമായിരുന്നു. അന്ന് നമ്മള് മഴക്കാലമൊക്കെ ആ സമയത്തേ വന്നത്. ഇഷ്ടം പോലെ വെള്ളം ഇതൊക്കെ ഉണ്ടായിരുന്നുണ്ടല്ലേ. ഇതാണ് നമ്മളെ തോട്ടം എന്ന് പറഞ്ഞത് കണ്ടോ. ഏതൊരാൾക്കും കണ്ടാൽ ഇഷ്ടപ്പെടുന്ന നല്ല അടിപൊളി തോട്ടാണ്. ചെറിയ വിലയ്ക്ക് നമുക്ക് മേടിച്ചെടുക്കാം. ഇതിൽ നമ്മളെ ബജഗോളിയിലോട്ട് പോകാൻ ഏകദേശം ഒരു 5 കിലോമീറ്റർ പോയാൽ നമുക്ക് ബജഗോളിയിലോട്ട് എത്തും. ആണല്ലേ മരങ്ങള് അടിപൊളി മരങ്ങളാണ്. ഇതേപോലെ നല്ല അടിപൊളി മരങ്ങളാണ്. ഇതിപ്പോ ആകെ 2 കൊല്ലം ടാപ്പിംഗ് ആക്കിയിട്ടുള്ളൂ. ഇതേപോലത്തെ മരങ്ങൾ തന്നെയാണ് മുകളിലോട്ട് ഫുള്ള് കിടക്കുന്നത് കണ്ടോ. 900 മരം ഇവിടെ ഉണ്ട്. ബാക്കി മരങ്ങൾ അപ്പുറത്തെ തോട്ടത്തിൽ. പിന്നെന്താ വെച്ചാൽ ആർക്കെങ്കിലും വേണമെന്നുണ്ടെ വേഗം വാങ്ങിട്ടോളി. അത്ര വില ചോദിക്കണല്ലോ. ആകെ 90 ലക്ഷം രൂപയാണ് അവർ ചോദിക്കുന്നത്. പിന്നെ നമുക്ക് സംസാരിച്ച് കഴിയുമ്പോൾ നമുക്ക് കുറച്ച് ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആണ്. പിന്നെന്താ വെച്ചാ നമുക്ക് തോട്ടം ഭയങ്കര ഇഷ്ടമായിന്. ഞങ്ങൾ തോട്ടമൊക്കെ പൈസ ഇല്ലായിട്ടാണ്. അതാണ് നിങ്ങള് ഇരുത്തോളി അറിയണത്. അല്ലാതെ ഒന്നും ഉണ്ടായിട്ടല്ല. ഇത്രയും നല്ല അടിപൊളി 1-ാം മരങ്ങൾ കാണുമ്പോ അത് നിങ്ങള് കാണിച്ചതല്ലേ, ഒരു എന്താ പറയാ, നല്ല സൂപ്പർ മരങ്ങളാണ്. അപ്പൊ ഞുക്ലി ചെറിയ മരങ്ങളല്ല കാണിച്ചിരുന്നത്. ഇങ്ങനെ നമ്മളൊരു കൈ കൊണ്ട് ഇങ്ങനെ പിടിച്ചാൽ ഒതുങ്ങണ അങ്ങനത്തെ മരങ്ങളല്ല. അത് നല്ല സൂപ്പർ മരങ്ങളാണ്.
വീഡിയോ പോലും ഇതാകുന്നില്ല, ഫുള്ളി ഇരുട്ടാണ് ഇതിന്റെ ഇലയുടെ ഇതും കൊണ്ട് കണ്ടില്ലേ. നല്ല തണുപ്പുണ്ട് അല്ലേ? ഉണ്ടോ ഇരുട്ട്. അപ്പൊ എല്ലാവർക്കും നമ്മളെ ഈ ഒരു എന്താ പറയാ ഈ തോട്ടവും ഈ ഒരു സ്ഥലവും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. നല്ല അടിപൊളി സൂപ്പർ സ്ഥലം, 10 ഏക്കർ സ്ഥലമാണ്. അതിനകത്ത് 6.25 പേപ്പർ ബാക്കി കുമിക്കുകയാണ്. നല്ല അടിപൊളി സൂപ്പർ സ്ഥലം. കാർക്കളേന്ന് ഏകദേശം ഒരു 10 കിലോമീറ്റർ മാറിയിട്ട്, അതല്ലാന്നുണ്ടെങ്കിൽ ബജഗോളി വഴിയാണെന്നുകൊണ്ട് വരണമെങ്കിൽ ഏകദേശം ഒരു 5-6 കിലോമീറ്ററിന്റെ ഉള്ളിലാണ് നമ്മൾ ഈ ഒരു സ്ഥലത്തോടുള്ള ദൂരം എന്ന് പറയുന്നത്. എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. വീടുണ്ട്, 2 വീടുണ്ട്, പിന്നെ തോടുണ്ട്, എന്താ പറയാ മിഷ്യമ്പരുണ്ട്, പുകപ്പരുണ്ട്, കിണറുണ്ട്, വെള്ളമുണ്ട്, എല്ലാ സൗകര്യമുള്ള ഈ ഒരു സൂപ്പർ സ്ഥലത്ത് തന്നെയല്ല ഇനിയിപ്പോ വെട്ടിട്ട് തന്നെ 5-6 കൊല്ലം മുന്നേ വെട്ടിയതാണ്. വെട്ടിയാലും നല്ല പാലും ഉണ്ടാവും. മരത്തുമ്മക്കാട്ട് നോക്കിയാൽ കണ്ണെടുക്കാൻ തോന്നൂല. പാലെന്തായാലും നല്ല പാലുണ്ടാവും. അപ്പൊ ആർക്കെല്ലാം എടുക്കണം താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇനി പാർട്ടി ചോദിക്കുന്ന വില എന്ന് പറഞ്ഞാൽ 90 ലക്ഷം രൂപയാണ് ഈ 10 ഏക്കറിന് ചോദിക്കുന്നത്. ഇപ്പൊ ഒരു തോട്ടം പാട്ടത്തിനൊക്കെ എടുക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് എടുക്കാൻ പറ്റും. കാരണം എന്താ പറയാ അല്ലേ, അതെ, ആ ഒരു തോട്ടം പാട്ടത്തിന് എടുക്കുന്ന റേറ്റ് നമ്മൾ ഈ ഒരു തോട്ടത്തിന് വരുന്നുള്ളൂ. അപ്പൊ ആർക്കെല്ലാം എടുക്കണം താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുക. എത്രയും പെട്ടെന്ന് കച്ചവടമാക്കാൻ നോക്കുക. ആർക്കെങ്കിലും ഇങ്ങനത്തെ തോട്ടങ്ങളും സ്ഥലം വേണമെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ പറഞ്ഞിട്ട് വേണ്ട, നിങ്ങൾ സ്ഥലമൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ട് ഈ ഏരിയയും കാര്യങ്ങളൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ട് മാത്രം തോട്ടം എടുത്താൽ മതി. അല്ല നമ്മൾ പറയുന്നതിനനുസരിച്ചല്ല. നിങ്ങൾക്ക് ഒരു അങ്ങനെ എന്താ പറയല്ലേ, ഒരു സംഭവം ഒന്ന് വന്ന് നോക്കി കണ്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം എടുക്കുക. നമ്മൾ പറഞ്ഞ നിർബന്ധത്തിന് നമ്മൾ ആരെയും നിർബന്ധിച്ച് എടുപ്പിക്കില്ല. നമുക്ക് ഇഷ്ടപ്പെടുന്ന തോട്ടങ്ങൾ നമ്മൾ ഇഷ്ടപ്പെട്ടെന്ന് തന്നെ നമ്മൾ പറയുള്ളൂ. അപ്പൊ ഇഷ്ടപ്പെട്ടാൽ നമുക്ക് ഇഷ്ടപ്പെട്ടു, ആർക്കെങ്കിലും എടുക്കണം താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ നമ്പറുമായിട്ടൊന്ന്, ആ താഴെ കാണുന്ന നമ്പറുമായിട്ടൊന്ന് കോൺടാക്ട് ചെയ്യുക. അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.